8 നോമ്പു നോറ്റു കൃപ നേടുവാനായി ദൈവമാതാവിനോടൊപ്പം നമുക്കൊന്നിച്ചു ദൈവത്തെ വാഴ്ത്താം. ആമേൻ, ആമേൻ. യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, ദൈവമാതാവിന്റെ വാത്സല്യം നിന്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അമ്മയൊത്ത് ആരാധിക്കാം, ദിവ്യപുത്രനെ ആരാധിക്കാം, വചനത്തിന്റെ മറവിൽ നിന്ന് രക്ഷകനെ ആരാധിക്കാം. 8 നോമ്പിന്റെ ആദ്യ ദിവസം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യം മറിയം പറഞ്ഞു. മറിയം പരിചാരകരോട് പറഞ്ഞു, നിങ്ങൾ അവൻ പറയുന്നത് എന്തായാലും ചെയ്തു കൊള്ളുവിൻ. ബന്ധങ്ങളിൽ, മുറിവുകളിൽ, കലഹങ്ങളിൽ, ഭാരങ്ങളിൽ, സംഘർഷങ്ങളിൽ മറിയത്തിന്റെ ഈ ആത്മീയ പോളിസി നിനക്കെടുക്കാൻ കഴിയും. പരിചാരകരുടെ മുമ്പിൽ ഒന്ന് കുനിഞ്ഞ്, അറിവുള്ളവരുടെ മുമ്പിൽ, ഒരുപക്ഷെ നമ്മളെക്കാൾ താഴ്ന്നവരുടെ മുമ്പിൽ ഒന്ന് തലകുനിച്ചിട്ട് നിന്റെ അഭിപ്രായം, നിന്റെ ആലോചന അത് നടക്കട്ടെ. അവന്റെ ആലോചന, അവരുടെ അഭിപ്രായം, അവരുടെ ചിന്ത, അവരുടെ ഭാവന പോലെ നടക്കട്ടെ. എന്റെ സ്വപ്നം, എന്റെ പ്രതീക്ഷ, ഈ എന്റെ ദർശനം ഞാനൊന്ന് തൽക്കാലം മറവിലേക്ക് വയ്ക്കുന്നു, ഞാനൊന്ന് മാറി നിൽക്കുന്നു. അവന്റെ ഇഷ്ടം നടക്കട്ടെ, അവരുടെ അഭിപ്രായം നടക്കട്ടെ. അപ്പോൾ എന്ത് സംഭവിക്കും? മറിയത്തിന്റെ മനസ്സിന്റെ നന്മയിലൂടെ മധുരവീഞ്ഞ് പുറത്തു വന്നതുപോലെ നീ ഒന്ന് മാറി നിൽക്കുമ്പോൾ, നീ ഒന്ന് മറഞ്ഞു നിൽക്കുമ്പോൾ, നീ ഒന്ന് കുറഞ്ഞു നിൽക്കുമ്പോൾ, നീ ഒന്ന് വിടവിലേക്ക് മറഞ്ഞു നിൽക്കുമ്പം അവന്റെ അഭിപ്രായം, നിന്റെ ഭാര്യയുടെ, നിന്റെ ഭർത്താവിന്റെ, നിന്റെ വേലക്കാരന്റെ, നിന്റെ ചർച്ചക്കാരന്റെ അഭിപ്രായത്തിന് വില കൊടുക്കുമ്പോൾ കലഹങ്ങൾക്കും സംഘർഷങ്ങൾക്കും അറുതി വന്നൊരു പുതിയ മധുരവീഞ്ഞ് നീ അനുഭവിക്കും കുഞ്ഞെ. ആമേൻ, ആമേൻ, ആമേൻ.